ഇന്ന് പകൽക്കാലം ഒരു പ്രത്യേക വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സദൃശവാക്യങ്ങളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. അതിൻ്റെ 18-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയുടെ പ്രസാദം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവവചനം പറയുന്ന വചനസത്യങ്ങളിൽ ഒരു സത്യമാണ് ഇത് എന്ന് നമുക്ക് വിലയിരുത്തുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ പലരും പലപ്പോഴും ചിന്തിക്കുന്നത്, വിവാഹത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സുഗമമായി നടക്കും, നല്ലതായിട്ട് നടക്കും എന്നുള്ളതായ ഒരു ചിന്തയും ഭരിക്കുവാനിടയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നല്ല കാലത്തും നമ്മുടെ പ്രതികൂല കാലത്തും നമ്മെ ക്ഷേമമായിട്ട് നടത്തുന്നത് വലിയവനായിരിക്കുന്ന ദൈവമാണ് എന്നുള്ളതായ യാഥാർത്ഥ്യം ഒന്നാമതായിട്ട് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെ ദൈവവചനത്തിൻ്റെ ആധികാരികമായ വേറൊരു സത്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളതായ ഒരു പദ്ധതി എന്ന് പറയുന്നത്, ദൈവപുരുഷൻ ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവഭക്തിയായിരിക്കുന്ന ഒരു സഹധർമ്മിണി ഉണ്ടായിരിക്കുക എന്നുള്ളത് ദൈവവചനത്തിൻ്റെ സത്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം വിലയിരുത്തുവാനായിട്ട് പോകുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് താങ്ങായി തന്നിരിക്കുന്നതായ ആ സഹോദരിയുടെ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പ്രത്യേകതകൾ നാം തിരിച്ചറിയണം. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഒന്നും ഷെയർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതായത് ആത്മീക കാര്യങ്ങളിൽ നമുക്ക് താങ്ങായി തന്നിരിക്കുന്നതായ ആ സ്ത്രീയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ സഹോദരിയുടെ പ്രത്യേകതകൾ നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആത്മീക കാര്യങ്ങൾ പക്വതയോട് ചെയ്യുവാൻ ഇങ്ങനെയുള്ളതായ സ്ത്രീകൾ നമുക്ക് പ്രചോദനമായിട്ട് തീരുന്നു. അതായത് ഒരു ഭക്തയായ സ്ത്രീ ഒരു പുരുഷൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആത്മീക കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടെ ചെയ്യുവാൻ അവന് പ്രചോദനമായി തീരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ കാര്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ആത്മീക സുരക്ഷിതത്വം ഇതിലൂടെ തോന്നുകയും, അങ്ങനെ ആത്മീക സുരക്ഷിതത്വം നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാൻ ഇങ്ങനെയുള്ളതായ അല്ലെങ്കിൽ ദൈവ പദ്ധതി പ്രകാരം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സ്ത്രീകൾക്ക് കഴിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ സഹോദരിമാരെ കണ്ടുമുട്ടുമ്പോൾ അത് നമ്മളുടെ ആത്മീക ജീവിതത്തിന് മൂർച്ച കൂട്ടുന്നതായ ഒരനുഭവം ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ഇരുമ്പിനെന്തു ചെയ്യുന്നു? മൂർച്ച കൂട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവഭക്തിയായിരിക്കുന്നതായ ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആത്മീക ജീവിതത്തിൽ പക്വതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കപ്പെടുന്നതായ വ്യക്തിയെയാണ് ലഭിച്ചതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും എന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് ഇരുമ്പിന് മൂർച്ച കൂട്ടുക എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കും രണ്ട് ഭാഗത്തും ഉണ്ടാകേണ്ടതായ ഒരു കാര്യമാണ്. ആത്മീക ജീവിതത്തിൽ രണ്ടുപേരും ചേർന്നുള്ളതായ ജീവിതം താരതമ്യേന ദൈവത്തിന് പ്രസാദവും അതുല്യവുമായിരിക്കും. അതാണ് ആ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ അങ്ങനെയുള്ളതായ ഒരു സ്ത്രീയുടെ പ്രത്യേകത, ദൈവഭക്തയായ ഒരു സ്ത്രീയുടെ പ്രത്യേകത, ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരിക്കും. അതായത് തൻ്റെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും
പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങൾക്കുപരിയായി ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീകളെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കാരണം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നതായ സ്ത്രീ ഒരിക്കലും വിചാരങ്ങൾക്ക് അടിമപ്പെട്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നവളായിരിക്കത്തില്ല എന്ന് ദൈവത്തിൻ്റെ വചനം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പകരം അവളുടെ നങ്കൂരം ദൈവവചനത്തിലൂന്നിയതും ദൈവവചനത്തിന് അനുസൃതവുമായിരിക്കും. 119 സങ്കീർത്തനം 105 വാക്യം പറയുന്നത് പോലെ യഹോവയുടെ വചനം കാലിന് പ്രകാശവും പാതയ്ക്ക് പ്രകാശം ഒക്കെ ആയിരിക്കുന്നതായ വ്യക്തിക്ക് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളുടെ അഭിലാഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ദൈവവചനത്തെ നിരസിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല. അവർ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. കർത്താവിനോട് ഉള്ള അവരുടെ പ്രാർത്ഥന ഇതായിരിക്കും: നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കുന്നതായ അവസ്ഥയിൽ അവൾ എന്തു ചെയ്യുമെന്നറിയാമോ? തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ അനുഭവങ്ങളെ സധൈര്യം നേരിടുകയും ഒരിക്കലും തൻ്റെ കണക്കുകൂട്ടലുകൾക്കും കിംവദന്തികൾക്കും പുറകെ പോകില്ല. ഒരിക്കലും അവളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് മുറിവേൽക്കുകയില്ല, അല്ലെങ്കിൽ ഭർത്താവിനെതിരെ അതൊരു ആയുധമായി തീരില്ല. മറിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുകയും നിങ്ങളുമായി പൊരുത്തപ്പെടുത്ത് ജീവിക്കുവാനും ഇടയായിത്തീരും എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. കാരണം ഇവർ പുറമേയുള്ള സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ സ്വഭാവ ശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നവരാണ് എന്ന് നാം അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മൂന്നാമത് ഉള്ളവരുടെ പ്രത്യേകത, അത് ആത്മീകമായ ഭക്തയായ ഒരു സ്ത്രീയെ ലഭിച്ച ഭർത്താവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ ആത്മീക വളർച്ചയ്ക്ക് സഹായിക്കുന്നതായിരിക്കും ആ വ്യക്തി എന്നുള്ളതാണ്. ആത്മീക ജീവിതത്തിന് എന്താകും? ഒരു സഹായമായി തീരുന്ന വ്യക്തിയായിട്ട് ഇങ്ങനെയുള്ളവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആത്മീകമായ വളർച്ചയ്ക്ക് സഹായകരമായി തീരുന്ന വ്യക്തികളായിരിക്കും എന്നാണ്. 1 തെസ്സലോനിക്കയുടെ പുസ്തകം 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നതുപോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധനവും വരുത്തിയും പോരുവീൻ. ദൈവത്താൽ അയക്കപ്പെട്ട സ്ത്രീ നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് എപ്പോഴും ഒരു സഹായി ആയിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും മനസ്സിലാക്കണം. തെസ്സലോനിക്ക ലേഖനം പറഞ്ഞതുപോലെ ഇങ്ങനെ നൽകപ്പെടുന്നതായ സ്ത്രീ ജീവിതത്തിൽ എപ്പോഴും എന്താണ്? ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്തു ചെയ്യും? നിങ്ങളെ ഉയർച്ചയിലേക്ക് നടത്തുവാനായിട്ട് ഇടയായിത്തീരും എന്നോർക്കുക. ഇവർ പലപ്പോഴും എന്തു ചെയ്യുമെന്നറിയാം? ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുകയും തെറ്റുകുറ്റങ്ങളെയും അവിശ്വസ്തതകളെയും ഒക്കെ തിരുത്തുവാൻ നിങ്ങളെ സഹായിക്കുകയും ദൈവവചനത്തിലും ദൈവവേലയിലും വിശ്വസ്തരായിരിക്കണം എന്നതിനു വേണ്ടി നിങ്ങളെ എൻകറേജ് ചെയ്യുന്നതായ വ്യക്തിയും ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അവസാനത്തെ ഒരു ലക്ഷണം ഇതാണ്: ദൈവത്താൽ അയക്കപ്പെട്ടവൾ അവളുടെ വളർച്ചയ്ക്ക് നിങ്ങളുടെ സഹായം ആവശ്യപ്പെടുന്ന വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു: സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും
ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കുവാൻ ഇടയാകും എന്ന് മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം അവരുടെ ആത്മീക ജീവിതത്തിൽ അവരുടെ ആത്മീക വളർച്ചയ്ക്കും പക്വതയിലേക്ക് എത്തുന്നതിനും സഹായകരമായി തരുന്ന രീതിയിൽ അവരെന്തു ചെയ്യും? നിങ്ങളോടും സഹായം ആവശ്യപ്പെടുന്നതായ വ്യക്തിയാണ്. നിങ്ങൾക്ക് വേറൊരാളെ സഹായിക്കുവാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളുടെ ആത്മീക വളർച്ച നടക്കത്തില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പരസ്പര സ്നേഹത്തിലും പരസ്പര കൂട്ടായ്മയിലും പരസ്പര സഹവർത്തിത്വത്തിലും മാത്രമാണ് ആത്മീക ജീവിതത്തിൻ്റെ വളർച്ച സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ പറയപ്പെട്ടതായ കാര്യങ്ങൾ നാം ഒന്ന് വിലയിരുത്തി നോക്കിയിട്ട് ഈ പറയപ്പെട്ടതായ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം അർപ്പിച്ചുകൊണ്ട് വീണ്ടും അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാനും ഫലപ്രദമായിരിക്കുന്ന സദൃശവാക്യം 18:22 പറയുന്നത് പോലെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഇടയാകട്ടെ.